നമസ്കാരം. ഞാൻ നിൽക്കുന്ന തിരുവനന്തപുരം വലിയവിള കുണ്ടമൻ കടവിനടുത്താണ് കേട്ടോ. കുണ്ടമൻ കടവിൽ നിന്നും വെറും 100 മീറ്റർ മാറി 9 സെന്റിലായിട്ട് 3000 സ്ക്വയർ ഫീറ്റുള്ള ഒരു അടിപൊളി ഒരു വീടാണ് നമുക്ക് വിൽപ്പനയ്ക്കുള്ളത്. പോകാം വിശേഷങ്ങളിലേക്ക്. നല്ല വൈഡ് റോഡ് ഫ്രണ്ടേജിലൊക്കെ പ്രോപ്പർട്ടി നോക്കുന്നവർക്കും അത്യാവശ്യം കൃഷി ചെയ്യാൻ സ്ഥലം നോക്കുന്നവർക്ക് 4-5 കാർ പാർക്കിംഗ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് എന്തുകൊണ്ടും പർച്ചേസ് ചെയ്യാൻ നല്ലൊരു പ്രോപ്പർട്ടിയാണ് ഈ പ്രോപ്പർട്ടി. അത്യാവശ്യം നല്ലൊരു ഫ്രൂട്ട്സ് പ്ലാന്റേഷനോട് കൂടി അത്യാവശ്യം നല്ല ഫ്രണ്ടേജൊക്കെ നല്ല മുറ്റത്തോട് കൂടിയുള്ള പ്രോപ്പർട്ടി. നമുക്ക് കവേർഡ് പാർക്കിംഗ് ആയിട്ട് ഏകദേശം 2 വണ്ടി വേണമെങ്കിൽ അതിനകത്ത് ഇടാൻ പറ്റുന്ന നല്ല വലിയൊരു കാർ പാർക്കിംഗ് വേണ്ടി ഓൾറെഡി ഇപ്പോൾ അതിനകത്ത് കുറച്ച് സാധനങ്ങളൊക്കെ ഡംപ് ചെയ്തുകൊണ്ട് അത് ക്ലോസ് ചെയ്തിട്ടേക്കണേ. അല്ലാതെ തന്നെ ഇപ്പോൾ ഇവിടെ ഒരു കോളേജ് കിടപ്പുണ്ട്. ഇവിടെ 2-3 കാർ പാർക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല വൈഡ് ആയിട്ടുള്ള ഒരു മുറ്റമുള്ള ഒരു പ്രോപ്പർട്ടി കൂടിയാണ് ഈ പ്രോപ്പർട്ടി. ഈ സൈഡിലേക്ക് ഇരിക്കാനൊക്കെ വളരെ മനോഹരമായ രീതിയിൽ തന്നെ ഇരിക്കാനായിട്ടുള്ള ഒരു ഊഞ്ഞാലൊക്കെ ഇട്ടിട്ടുണ്ട്. ഈ സൈഡിലേക്ക് ഏകദേശം നല്ലൊരു സപ്പോട്ട, മാവ്, പ്ലാവ്, റംബുട്ടാൻ അത്രയും വേണ്ട എല്ലാ ഫലവൃക്ഷ തൈകളും എല്ലാം കൂടിയിട്ടുള്ള നല്ലൊരു പ്രോപ്പർട്ടി. പൂർണ്ണമായും ചുടുകല്ലിലും തേക്കും തല്ലിലും നിർമ്മിച്ചൊരു പ്രോപ്പർട്ടി. മെയിൻ്റനൻസ് എന്ന് പറയാൻ അത്യാവശ്യം വലിയ മെയിൻ്റനൻസുകളൊന്നുമില്ല. മീഡിയം ടൈപ്പ് മെയിൻ്റനൻസ് എടുത്ത് നല്ലൊരു വീട് ആഗ്രഹിക്കുന്നവർക്ക്, നല്ല റെസിഡൻഷ്യൽ ഏരിയയിൽ വീട് ആഗ്രഹിക്കുന്നവർക്കൊക്കെ എന്തുകൊണ്ടും പർച്ചേസ് ചെയ്യാൻ പറ്റിയ ഒരു സൂപ്പർ പ്രോപ്പർട്ടി. പണ്ടൊരു പഴഞ്ചൊല്ല് പറയും പോലെ വിലയോ തുച്ഛം ഗുണമോ മെച്ചം എന്ന് പറയും പോലെ തന്നെയാണ് ഈ പ്രോപ്പർട്ടി. വില കൊടുക്കുന്നതിൽ കുറവാണെങ്കിലും ക്വാളിറ്റിയുടെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസ് ഇല്ലാത്ത നല്ലൊരു പ്രോപ്പർട്ടി. എടുത്ത് റിനോവേഷനൊക്കെ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു എക്സ്ട്രീം ലെവൽ വേറെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ലക്ഷറി ഹൗസ് ആയിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്രോപ്പർട്ടി. മെയിനായിട്ട് ലൊക്കേഷനാണ് കേട്ടോ, നല്ല ഒന്നാന്തരം ലൊക്കേഷൻ. അകത്തേക്ക് കയറുമ്പോൾ നല്ല വൈഡ് ആയിട്ടുള്ള സിറ്റ് ഔട്ട് ഏരിയയാണ് കൊടുത്തിട്ടുള്ളത്. ഇത് കംപ്ലീറ്റ് തരം ഫുള്ളായിട്ട് മൊസൈക്കാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. പൂർണ്ണമായും ചുടുകല്ലിലാണ് നിർമ്മിച്ചിരിക്കുക എന്ന് പറഞ്ഞു. അതിൻ്റേതായ ഒരു ക്വാളിറ്റി ഈ വീട്ടിൽ കയറുമ്പോൾ തന്നെ നമുക്കുണ്ട്. ഈ വാതിലുകളും ജനലുകളും എല്ലാം തന്നെ തേക്കും തല്ലിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. പഴയ കാലത്ത് ഒരു അത്യാവശ്യം നല്ലൊരു മോഡലായിട്ടുള്ള ഒരു വാതിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അകത്തേക്ക് കയറുമ്പോൾ തന്നെ നല്ല പടർന്ന് പന്തലിച്ച് കിടക്കുന്ന നല്ല വലിപ്പമുള്ളൊരു ഹോൾ ഏരിയ കേട്ടോ. ഇന്നത്തെ ഒരു കഞ്ചസ്റ്റ് ആയിട്ടുള്ള ഒരു ഹോൾ ഏരിയ ആയിട്ട് കൂട്ടേണ്ട നല്ല വലിപ്പമുള്ള ഒരു എൽ മോഡലിൽ പടർന്ന് പന്തലിച്ച് കിടക്കുന്ന നല്ല വലിപ്പമുള്ള ഹോൾ ഏരിയ എന്നുള്ളത് യാതൊരു സംശയമില്ല. ലിവിങ് സ്പേസ് എന്ന് പറഞ്ഞാൽ നല്ല വലിപ്പമുള്ള ലിവിങ് സ്പേസും ഈ സൈഡിലേക്ക് ഡൈനിങ് സ്പേസും കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് വാഷ് സ്പേസും പോലുള്ള എല്ലാ കാര്യവും കൊടുത്തു. താഴത്തെ ഫ്ലോറിൽ 3 ബെഡ്റൂമും മുകളിലത്തെ ഫ്ലോറിൽ 2 ബെഡ്റൂമും ടോട്ടൽ 5 ബെഡ്റൂമാണ് ഈ വീട്ടിൽ കൊടുത്തിരിക്കുന്നത്. ഓൾറെഡി ഇപ്പോൾ ഇവിടെ ആൾ താമസമില്ലെങ്കിലും ഇവിടെ മുൻപ് താമസിക്കുന്ന ഓണറിന്റെ സാധനങ്ങളെല്ലാം തന്നെ ഇവിടെ കിടക്കുന്നതുകൊണ്ട് കുറച്ച് ക്ലീനിങ്ങിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. എന്നാലും അത്യാവശ്യം നല്ല കൺസ്ട്രക്ഷൻ ക്വാളിറ്റിയിലോ അല്ലെങ്കിൽ റൂമിൻ്റെ സ്പേഷ്യസിലോ ഒന്നും യാതൊരു കോംപ്രമൈസും ഇല്ല എന്ന് നമുക്ക് അക്ഷരാർത്ഥത്തിൽ പറയാൻ പറ്റുന്ന രീതിയിലേക്കാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ പാറ്റേൺ വരുന്നത്. നല്ല വൈഡ് ആയിട്ടുള്ള റൂമാണ് ഫസ്റ്റ് റൂം. താഴത്തെ ഫ്ലോറിലെ ഫസ്റ്റ് ബെഡ്റൂമിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. നല്ല വൈഡ് ആയിട്ടുള്ള ബെഡ്റൂം സൈസാണ്. അതുപോലെ അത് അറ്റാച്ച്ഡ് ബാത്റൂം വഴി കൊടുത്തിട്ടുള്ളത്. കബോർഡ്സുകളെല്ലാം തന്നെ നിർമ്മിച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ചും കൂടി പെയിൻറ്റിങ്ങും പോളിഷും ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഗുണനിലവാരത്തിൽ നല്ല മെച്ചമുള്ളൊരു പ്രോപ്പർട്ടി തന്നെയാണ് ഈ പ്രോപ്പർട്ടി. അതിൽ യാതൊരുവിധ സംശയമില്ല. ബാത്റൂമിലേക്ക് കയറുമ്പോൾ നല്ല വൈഡ് ആയിട്ടുള്ള ബാത്റൂം സൈസാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ 2 രീതിയിലാണ് ഇതിൻ്റെ ക്ലോസറ്റ് ഫിറ്റിംഗ് ചെയ്തിട്ടുള്ളത്. നമുക്ക് യൂറോപ്യൻ ക്ലോസറ്റും ഇന്ത്യൻ ക്ലോസറ്റും ആയിട്ടാണ്. സ്ഥല സൗകര്യത്തിൻ്റെ കാര്യത്തിൽ യാതൊരു പ്രശ്നമില്ല. ഇടയ്ക്ക് ഒരു റിനോവേഷനൊക്കെ ചെയ്തുകൊണ്ട് തന്നെ ടൈൽ പാറ്റേൺ എല്ലാം തന്നെ പുതുതാണ് കൊടുത്തിരിക്കുന്നത്. താഴത്തെ ഫ്ലോറിലെ 2ാമത്തെ ബെഡ്റൂം കയറും. ബെഡ്റൂം സൈസ് എന്ന് പറഞ്ഞാൽ നല്ല ഹെവി ആയിട്ടുള്ള ബെഡ്റൂം സൈസാണ് കൊടുത്തിരിക്കുന്നത്. നല്ല വലിപ്പമുള്ള ബെഡ്റൂം സൈസ്. ഇന്ത്യൻ വർക്കുകളൊന്നും ചെയ്തിട്ടില്ല. അതൊക്കെ നല്ല പ്രീമിയം രീതിയിൽ പ്ലെയിൻ രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അവിടെ കബോർഡ്സുകളൊന്നുമില്ല. ഓൾറെഡി ഇവിടെ കബോർഡ്സൊക്കെ എന്തോ കംപ്ലയിൻറ്റ്സ് ആയതുകൊണ്ട് അതൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം കൂടിയിട്ടാണ് 2ാമത്തെ ബെഡ്റൂമും കൊടുത്തിട്ടുള്ളത്. ബാത്റൂം സൈസ് ആയാലും അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബാത്റൂം സൈസാണ്. ടൈൽ പാറ്റേൺ എല്ലാം തന്നെ പുതിയതായിട്ട് കൊടുത്തിരിക്കുന്നത്. അവിടെ ഇന്ത്യൻ ക്ലോസറ്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. താഴത്തെ ഫ്ലോറിലെ 3ാമത്തെ ബെഡ്റൂം കയറുമ്പോഴും അതും അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂം സൈസാണ് കൊടുത്തിട്ടുള്ളത്. അവിടെയും സ്റ്റോറേജ് സ്പേസുകളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം തടിയിൽ തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി തരത്തിലേക്കാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതും അറ്റാച്ച്ഡ് ബാത്റൂം കൂടിയാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഈ ബാത്റൂമിൻ്റെ വർക്ക് നടക്കുന്നതേ ഉള്ളൂ. അത് ഓൾറെഡി ഇപ്പം ക്ലോസ് ചെയ്തിട്ടേക്കാണ് കേട്ടോ. ഈ വീടിൻ്റെ പഴക്കം എന്ന് പറയുന്നത് 20 വർഷമാണ് ഇതിൻ്റെ പഴക്കം എന്ന് പറയുന്നത്. പക്ഷേ ഇന്നത്തെ രീതിയിൽ റിനോവേഷൻ ചെയ്ത് നമുക്ക് ഏത് ലെവലിലും ഒരു എക്സ്ട്രീം ലെവൽ വേറെ ആയിട്ട് നമുക്ക് മാറ്റാൻ പറ്റുന്ന നല്ല ആഡംബര വീടാക്കി മാറ്റാൻ പറ്റുന്ന എല്ലാ ഫെസിലിറ്റി അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചറും ഈ പ്രോപ്പർട്ടിക്ക് ഉണ്ടെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അകത്തേക്ക് കയറുമ്പോൾ നമുക്ക് ഡൈനിങ് സ്പേസ് എന്ന് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നല്ല വലിപ്പമുള്ള ഡൈനിങ് സ്പേസ്. ഇവിടെയൊക്കെ നമുക്ക് കബോർഡ്സ് വർക്കൊക്കെ ചെയ്യാം. ഇവിടെ നമുക്ക് ഓൾറെഡി വാഷ് സ്പേസിനെ കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിലേക്ക് നമുക്കൊരു സോക്കേഴ്സ് പോലെയൊക്കെ ചെയ്യുന്നത്. അതൊക്കെ വളരെ മനോഹരമായ രീതിയിൽ നിന്ന് ഇന്ത്യയിൽ നിൽക്കണം. അല്ലെങ്കിൽ ഇവിടെ ഓപ്പൺ ടൈപ്പ് കിച്ചണൊക്കെ ചെയ്ത് കൊടുത്താൽ നല്ല ലെവലാണ്. കാരണം ഇത് ബിൽഡ് ക്വാളിറ്റി ഉണ്ട്. ഇത് ഞാൻ പറഞ്ഞില്ലേ, ചുടുകല്ലായതുകൊണ്ട് നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ ഇതെടുത്ത് നല്ല രീതിയിൽ റിനോവേഷൻ ചെയ്യുന്നവർക്ക് നന്നായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന പ്രോപ്പർട്ടിയാണ്. വീണ്ടും എടുത്തെടുത്ത് പറയുന്നതിൻ്റെ ക്വാളിറ്റിയുടെ കണ്ടതിൻ്റെ ഫീലിംഗ് കൊണ്ടാണ് ഞാൻ പറയുന്നത്. കിച്ചണിലേക്ക് കയറുമ്പോൾ നല്ല വലിപ്പമുള്ള കിച്ചണാണ് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസുകളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിലേക്കും എല്ലാം തന്നെ നല്ല സ്റ്റോറേജ് സ്പേസുകൾ ധാരാളം കൊടുത്തിട്ടുണ്ട്.
ഒരു എൽ മോഡലിൻ്റെ സ്ലാബ് ആയതുകൊണ്ട് തന്നെ വേറെ നല്ല സ്ഥല സൗകര്യത്തോട് വീട്ടമ്മമാർക്കൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കാണ് ഇതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ നിലവാരം വന്നിട്ടുള്ളത്. ഈ സൈഡിലേക്കെല്ലാം വിൻഡോ എല്ലാം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എയർ സർക്കുലേഷനൊക്കെ നമുക്ക് കയറി വരാനായിട്ടുള്ള എല്ലാ പോസിബിലിറ്റിയും ഉണ്ട്. ഈ സൈഡിലേക്ക് സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഇനി മുകളിലേക്ക് നമുക്ക് ഈ സൈഡിലേക്കൊക്കെ നമുക്ക് സ്റ്റോറേജ് സ്പേസിൽ ധാരാളം ചെയ്യാനായിട്ടുള്ള ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. കിച്ചണിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാനുള്ള വാതിലുകൾ കൊടുത്തിട്ടുണ്ട്. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ നല്ല രീതിയിൽ കൃഷി ചെയ്യാനുള്ള ഒരു സ്ഥല സൗകര്യമൊക്കെ സെപ്പറേറ്റ് ആയിട്ട് മാറ്റി നിർത്തിയിട്ടുണ്ട്. അത് പോയിട്ട് തന്നെ നമുക്കിവിടെ വേണമെങ്കിൽ വർക്ക് ഏരിയ ഇറക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. തുണി നനയ്ക്കാനുള്ള കല്ല് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഓൾറെഡി നമുക്ക് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ബാക്ക് സൈഡിലേക്ക് തന്നെ ഒരു ആത്തിമര അതുപോലെ തന്നെ ഒരു തെങ്ങും ഒക്കെ കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ടും നല്ലൊരു പ്രോപ്പർട്ടി എന്നത് യാതൊരു സംശയമില്ല. ഒന്നാം തരം കരഭൂമി. മുകളിലേക്ക് കയറുമ്പോൾ തന്നെ എന്നെ എന്തുകൊണ്ടും സ്വാധീനിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ നല്ല എയർ സർക്കുലേഷൻ കിട്ടുന്ന ഒരു പ്രോപ്പർട്ടിയാണ് എനിക്ക് തോന്നിയിട്ടുള്ളതാണ് ഇതിൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറയുന്നത്. പിന്നെ ഇതിൻ്റെ സ്റ്റെയർ കേസ് ആയിട്ടാണ് വളരെ മനോഹരമായ രീതിയിൽ തന്നെയാണ് ഒരു സ്റ്റെയർ കേസിൻ്റെ ഒരു നിലവാരം അല്ലെങ്കിൽ ഒരു സ്ട്രക്ചർ വന്നിട്ടുള്ളത്. നമുക്ക് ഈ സൈഡിലേക്ക് ഇറങ്ങി ഇങ്ങനെ റൗണ്ട് ഒരു പ്രീമിയം വീട് അല്ലെങ്കിൽ ലക്ഷറി വീട്ടിലേക്ക് നമുക്ക് കയറുന്ന രീതിയിലേക്ക് തന്നെ ഇപ്പോൾ 3000 സ്ക്വയർ ഫീറ്റ് ഉള്ളതുകൊണ്ട് നല്ല ലക്ഷറി ഹൗസ് ആയിട്ട് തന്നെ നമുക്ക് ആ ഒരു കാറ്റഗറി തന്നെ പെടുത്താൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. എന്നിരുന്നാലും സൈഡിൽ ഹാൻഡിൽ കംപ്ലീറ്റ് തേക്കിൽ നിർമ്മിച്ചിട്ടുള്ളത്. തറയിലിട്ടേക്കുന്ന ഇതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മൊസൈക്കാണ് കൊടുത്തിരിക്കുന്നത്. എന്തുകൊണ്ടും ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ ഒരു പ്രീമിയം വീട്, ഒരു ലക്ഷറി ഹൗസ് അല്ലെങ്കിൽ ഒരു നല്ലൊരു സ്ഥല സൗകര്യമൊക്കെ വെച്ച് നോക്കുന്നവർക്ക് അത്തരത്തിൽ പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യാം. മുകളിലത്തെ ഫ്ലോറിലേക്ക് വരുമ്പോൾ ശരിക്കും ഒരു ക്രിക്കറ്റ് കളിക്കാനുള്ള ഗ്രൗണ്ട് പോലെ തന്നെ അത്രയും വലിപ്പമുള്ള ഒരു ഹോൾ ഏരിയയാണ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം ഈ ഇടക്കാലത്തൊന്നും ഞാൻ ഇങ്ങനെ ഉണ്ട് ഇത്രയും വലിപ്പമുള്ളൊരു ഹോൾ ഏരിയ, വളരെ വൈഡ് ആയിട്ടുള്ളൊരു ഹോൾ ഏരിയയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അതൊക്കെ എന്തുകൊണ്ടും വളരെ മനോഹരം രീതിയിലേക്ക് നമുക്ക് മുകളിലേക്ക് നല്ല ഓപ്പണായിട്ട് കിടക്കുന്നത് കൊണ്ട് നമുക്ക് ഏത് രീതിയിലും ഇതിൻ്റെ മോഡലാക്കി എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ അടിപൊളിയായിട്ട് ചേർക്കാൻ പറ്റും. ഈ ഹോളിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനായിട്ടൊരു ബാൽക്കണി ഏരിയ കൊടുത്തിട്ടുണ്ട് കേട്ടോ. വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ബാൽക്കണി ഏരിയ, അതിൽ യാതൊരു സംശയമില്ല. നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ട, നമുക്ക് ഈ സൈഡിലേക്ക് നല്ലൊരു ബാൽക്കണി ഏരിയ, രണ്ട് സൈഡിലേക്ക് നമുക്ക് ഒരു എൻട്രൻസ് ആയിട്ട് കൊടുത്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഇവിടേക്ക് ഒരു കസേരയൊക്കെ ഇട്ടിരുന്ന് കഴിഞ്ഞാൽ ഏത് ടെൻഷനും ഒരു കോഫി കുടിച്ച് മാറാൻ പറ്റുന്ന രീതിയിലേക്കുള്ള അത്രയും ഒരു മൈൻഡ് ഫ്രീ ആകുന്ന രീതിയിലേക്കാണ് ഇതിൻ്റെ ഒരു വൈബ് എന്ന് പറയുന്നത്. എനിക്ക് പേഴ്സണലി തോന്നിയൊരു ഒപ്പീനിയനാണ് ഞാൻ ഇതിലേക്ക് പറയുന്നത്. ഇവിടെ നോക്കാൻ പറയും നല്ല ഒന്നര ഹൈ റെസിഡൻഷ്യൽ ഏരിയ, നല്ല ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ടുള്ള നല്ലൊരു പ്രോപ്പർട്ടി, നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയക്കകത്ത് നല്ല ടാർ റോഡായിട്ടുള്ള ഫ്രണ്ടേജ് ആയിട്ടുള്ള പ്രോപ്പർട്ടി. അതുപോലെ തന്നെ അടുത്തുള്ള നെയ്ബേഴ്സും അതുമൊക്കെ കാണുമ്പോൾ നമുക്കറിയാം ഒരു പ്രീമിയം ഏരിയ എന്നതിൽ യാതൊരുവിധ സംശയമില്ലാത്ത നല്ലൊരു പ്രോപ്പർട്ടി. ഇവിടെ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം എത്രയോ വണ്ടി ഇടാൻ പറ്റുന്ന സ്ഥല സൗകര്യം. ഇങ്ങനെ ആ താഴത്തെ ഫ്ലോറിൽ നിന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ സൈഡിലേക്കും ആ സൈഡിലേക്കും ഒരു ഫിഷ് ടാങ്ക്, അത്യാവശ്യം നല്ല നല്ല ചെടികൾ, കുറച്ച് ഫ്രൂട്ട്സിൻ്റെ കുറച്ച് പ്ലാന്റുകൾ, അങ്ങനെയൊക്കെ ഒരുപാട് നല്ലൊരു ക്വാളിറ്റി പ്രോപ്പർട്ടീസിൽ പെടുന്ന രീതിയിലേക്കുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഈ പ്രോപ്പർട്ടി. ഇനി 2 ഫ്ലോറായിട്ട് റെൻ്റ് ഔട്ട് ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നവർക്കും നമുക്ക് അകത്തൂടെയും അല്ലെങ്കിൽ പുറത്തൂടെയും സ്റ്റെയർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ സൈഡിൽ നിന്ന് നമുക്ക് പുറത്ത് നിന്ന് നമുക്ക് ഈ സൈഡിലേക്ക് ഇങ്ങനെ സ്റ്റെയർ കേസ് കയറി വരാനുള്ള ഒരു ഓപ്ഷൻ കൂടി ഈ പ്രോപ്പർട്ടി കൊടുത്തിട്ടുണ്ട്. മുകളിലത്തെ ഫസ്റ്റ് ബെഡ്റൂമിൽ കയറുമ്പോൾ തന്നെ നല്ല വലിപ്പം. ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഈ പ്രോപ്പർട്ടി 3000 സ്ക്വയർ ഫീറ്റുള്ള വീടുകൾ പലതും നമുക്ക് ബെഡ്റൂം സൈസുകൾ ചെറുതായിരിക്കും. പക്ഷേ ഇവിടുത്തെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഏകദേശം ഞാൻ പറഞ്ഞ 20 വർഷത്തിന് മുമ്പ് ചെയ്തെങ്കിലും അത് നല്ലൊരു കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ ദീർഘവീക്ഷണത്തോട് ചെയ്തൊരു വീടെടുന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല. കാരണം ഈ ബെഡ്റൂംസുകളിൽ കയറുമ്പോൾ തന്നെ എല്ലാ ബെഡ്റൂമുകളും അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂംസ്, ഒരു കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഫീലിങ്സ് നമുക്ക് തോന്നാത്ത രീതിയിലേക്കാണ് ഇതിന് നിലവാരം വന്നിട്ടുള്ളത്. സ്റ്റോറേജ് സ്പേസുകളുടെ കാര്യത്തിൽ ചെല്ലുമ്പോൾ അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസുകൾ തന്നെ കൊടുത്തിട്ടുണ്ട്. 2 പാളിയായിട്ടാണ് ഇതിൻ്റെ കൊടുത്തിട്ടുള്ളത്. ഇതൊക്കെ ഇന്നത്തെ എടുക്കുന്നവർക്ക് കുറച്ചൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് നമുക്ക് കുറച്ചുകൂടിയൊക്കെ ആധുനിക രീതിയിലേക്ക് ആക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ഇതിനെക്കുറിച്ച് സ്പെസിഫിക്കേഷനായിട്ട് പറയാത്തത്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടാണ് ഈ ബെഡ്റൂം കൊടുത്തിട്ടുള്ളത്. അതിൽ ബാത്ത് ടബ് കൊടുത്തിട്ടുണ്ട്. അന്നത്തെ കാലത്തെ ഒരു ബാത്ത് ടബോട് കൂടിയിട്ടൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ അത്യാവശ്യം വലിപ്പം എന്ന കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ല. ഈ ബെഡ്റൂം ആയാലും ബാത്റൂം ആയാലും നല്ല വലിപ്പം അല്ലെങ്കിൽ നല്ല സ്ഥല സൗകര്യത്തോടു കൂടി തന്നെയാണ് അതിൻ്റെ നിലവാരം അല്ലെങ്കിൽ നിർമ്മാണമൊക്കെ ചെയ്തിരിക്കുന്നത്. മുകളിലത്തെ ഫ്ലോറിലെ 2ാമത്തെ ബെഡ്റൂം കയറുമ്പോഴും നല്ല വലിപ്പമുള്ള ബെഡ്റൂം സൈസ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അതായത് സ്ഥല സൗകര്യത്തിൻ്റെ കാര്യത്തിൽ യാതൊരുവിധ പ്രോബ്ലവും ഇല്ല. അതുപോലെ തന്നെ സ്റ്റോറേജ് സ്പേസുകളിലെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്റ്റോറേജ് സ്പേസുകൾക്ക് നമുക്ക് ഇനി ഒരു എക്സ്ട്രാ കോസ്റ്റിൻ്റെ വരുന്നില്ല. ഈ ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂം കൂടിയിട്ടല്ല, നോർമൽ ടൈപ്പിലുള്ള ബെഡ്റൂമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. മുകളിലത്തെ ഫ്ലോറിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനായിട്ടുള്ള നല്ല വൈഡ് ആയിട്ടുള്ള ഒരു യൂട്ടിലിറ്റി സ്പേസ് എന്ന രീതിയിലേക്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ ശരിക്കും നമുക്കൊരു മാസ്റ്റർ ബെഡ്റൂമോ ഹോം തിയേറ്ററോ ഏത് തരത്തിലും നിർമ്മിക്കാൻ പറ്റുന്ന രീതിയിലേക്കുള്ള നല്ല വൈഡ് ആയിട്ടുള്ള ഒരു സ്ഥലം കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് ഏത് രീതിയിലാണ് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കുള്ള നല്ല വലിപ്പത്തിൽ ഒറ്റ ടെറസായിട്ടുള്ള ഒരു ഇതായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് മുകളിലേക്ക് കയറിപ്പോകാനുള്ള സ്റ്റെയർ കേസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് മുകളിൽ ഒറ്റ ടെറസായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ മുകളിലൊരു വിഷ്വലും കൂടെ ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏരിയയെക്കുറിച്ചൊരു പൂർണ്ണമായൊരു ധാരണ ഉണ്ടാവും.
മെയിൻ റോഡിൽ നിന്നും വെറും 150 മീറ്റർ മാത്രമാണ് ഇതിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ വേറൊരു അഡ്വാൻറ്റേജ് ഈ മെയിൻ റോഡ് വഴി 24 ഹവേഴ്സും KSRTC ബസ് പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. നമുക്ക് ബസ് ഇറങ്ങി നടന്ന് വീട്ടിലേക്ക് വരാനായിട്ട് ഏകദേശം ഒരു 2 മിനിറ്റോ 1 മിനിറ്റിൻ്റെ താഴെയാണ് നമുക്ക് വരാൻ പറ്റുന്നത്. ഷോപ്പിംഗ് ചെയ്യാനായിട്ടാണെങ്കിൽ ഇന്നത്തെ രീതിയിലുള്ള എല്ലാ സൂപ്പർ മാർക്കറ്റുകളായാലും ബസ് സ്റ്റോപ്പുകളായാലും അല്ലെങ്കിൽ ഇന്നത്തെ എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും നമുക്ക് 100 മീറ്റർ താഴെ നമുക്ക് കിട്ടും. നല്ല ഹൈ എൻഡ് റെസിഡൻഷ്യൽ ഏരിയയാണ് ഈ പ്രോപ്പർട്ടിയിലേക്ക് പോകുന്നത്. നല്ല ടാർ റോഡ് ഫ്രണ്ടേജ് ഉള്ള പ്രോപ്പർട്ടി. 8,850 ലാൻഡ് ഏരിയ എന്ന് പറയുന്നത്. 3000 സ്ക്വയർ ഫീറ്റ് ആണ് ബിൽഡിങ്ങിൻ്റെ എന്ന് പറയുന്നത്. 5 ബെഡ്റൂമോട് കൂടിയിട്ടുള്ള 20 വർഷമാണ് ഇതിൻ്റെ പഴക്കം എന്ന് പറയുന്നത്. പൂർണ്ണമായും ചുടുകല്ലിലും തേക്കുന്നതിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില എന്ന് പറയുന്നത് 1,30,00,000 രൂപയാണ്. നെഗോഷ്യബിൾ ആണ്. നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക. വീണ്ടും റിയൽ സ്പേസ് വീഡിയോ ആണ് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക.